വിഷ്ണു ശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ വിഷ്ണുവിനെ ശാലിനി ഒരു നിമിഷം ഒന്ന് നോക്കിയ ശേഷം ശാലിനി അങ്ങ് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. പിറകെ ശാരി ഇറങ്ങുകയാണ്. ആദ്യമേ ശാരദാമ്മ ഇറങ്ങിക്കഴിഞ്ഞിരുന്നു. വിഷ്ണു ആണെങ്കിൽ ആകെ വിഷമിച്ചങ്ങ് ഇരിക്കുന്നുണ്ട്. അന്നേരം അവിടെ ഇരുന്നു കൊണ്ട് തന്നെ കഴിഞ്ഞ തവണ അതിന് മുന്നേ തവണ ശാലിനിയെ ഭാമ ഇറക്കി വിട്ടപ്പോൾ കൂടെ പോയതും കുഞ്ഞിനെയും കൊണ്ട് പോയതും ഒക്കെ ഓർത്ത് വിഷമിച്ച് വിഷ്ണു അവിടെ തന്നെ ഇരിക്കുകയാണ്. തോന്നുന്നു എല്ലാവരുടെയും മുഖം വിഷമം തന്നെയാണ്. ശ്യാമയാണെങ്കിൽ അവിടെ നിന്ന് കരയുന്നുണ്ട്. പെട്ടെന്ന് അങ്ങ് റൂമിലേക്ക് പോകുന്നുണ്ട്. പ്രീതിയും അർജുനും രോഹിത്തും ഒക്കെ രാഘവൻ നായരും ഒക്കെ ആ ഒരു സങ്കടാവസ്ഥയിൽ തന്നെ ഇരിക്കുകയാണ്. അന്നേരം അത് സത്യഭാമയുടെ നാടകമായിരുന്നോ അല്ലയോ എന്ന് അവിടെ പറയുന്നില്ല. ഭാമയും അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. ഇതേ സമയം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ശാരദാമ്മയെ പിടിച്ചു നിർത്തിയിട്ട് അമ്മയെ പോട്ടെ അമ്മയെ സാരമില്ല എന്നിങ്ങനെ ശാലിനി പറയുമ്പോൾ ശാരദാമ്മയ്ക്ക് ആകെ അങ്ങ് ദേഷ്യം വരികയാണ്. ശാലിനിയുടെ കരണം നോക്കി ഒന്ന് പൊട്ടിക്കുകയാണ്. സാരമില്ലെന്നോ പോട്ടെ എന്നോ എന്ത് നിസ്സാരമായിട്ട് നീ പറഞ്ഞു, നീ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയെന്ന് അറിയാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മ എന്ത് ഭ്രാന്തായി കാണിക്കുന്നത്, ബഹളം വെക്കാതെ എല്ലാവരും കേൾക്കും എന്നൊക്കെ ഇങ്ങനെ ശാരിക പറയുകയാണ്. അന്നേരം കേൾക്കട്ടെ, എല്ലാവരും കേൾക്കട്ടെ, ഇനിയിപ്പോൾ കേട്ടാൽ എനിക്കെന്താ കുഴപ്പം എന്നൊക്കെ പറയുമ്പോൾ ഈ മുറ്റത്ത് കിടന്ന് എന്തിനാ ബഹളം വെക്കുന്നത്, ഭ്രാന്ത് കാണിക്കല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഈ അമ്മയ്ക്ക് ഭ്രാന്ത് തന്നെയാടി. കെട്ടിച്ചു വിട്ട മക്കൾ കല്യാണം കഴിഞ്ഞ ശേഷം ഭർത്താവിനെ ഉപേക്ഷിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ദേഷ്യം തന്നെയാണ്. നീയും ഒരിക്കൽ കയറ് പൊട്ടിച്ച് വന്നായിരുന്നല്ലോ, ഇപ്പം എന്തായിപ്പോയി എന്നൊക്കെ പറഞ്ഞ് ശാരദാമ്മ ആകെ ബഹളം വയ്ക്കുമ്പോൾ ഒരു ഭാരമായിട്ട് ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുമ്പോൾ ശാലിനിക്ക് ദേഷ്യം വരുന്നുണ്ട്. അമ്മയെന്ന് വിളിച്ച് വീണ്ടും കാര്യം പറയാൻ പോകുന്നുണ്ട്. പക്ഷേ ശാരദാമ്മ ഒന്നും കേൾക്കാനായിട്ട് തയ്യാറാകുന്നില്ല. അന്നേരം ഭാരമായി എന്ന് പറഞ്ഞ് ശാലിനിക്ക് ആകെ വിഷമം വരികയാണ്. ഞാൻ അമ്മയ്ക്ക് ഒരിക്കലും ഒരു ഭാരമാകില്ല എന്ന് പറഞ്ഞിട്ട് ശാലിനി അങ്ങ് മുന്നേ നടക്കുകയാണ്. ഗേറ്റിൻ്റെ അടുത്തെത്തുമ്പോൾ ശാരി ഓടി ചെന്ന് ശാലിനിയെ പിടിച്ചു നിർത്തുന്നുണ്ട്. നീ എന്തായി കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അമ്മ ദേഷ്യത്തിൽ എന്തെങ്കിലും പറഞ്ഞതായിരിക്കും എന്ന് പറയുകയാണ്. അന്നേരം ശാരദാമ്മ രണ്ടുപേരുടെയും സംസാരം ശ്രദ്ധിക്കുകയാണ് ആ നിന്ന നിൽപ്പിൽ തന്നെ. അതേസമയം വിഷ്ണു ആണെങ്കിൽ ഭാമയുടെ വീട്ടിൻ്റെ മട്ടുപ്പാലിൽ മുകളിൽ വന്ന ബാൽക്കണിയിലൂടെ ഇങ്ങനെ താഴേക്ക് നോക്കുമ്പോൾ അവർ സംസാരിക്കുന്നത് പറയുന്നത് കേൾക്കുന്നുണ്ട്. എല്ലാം കാണുകയും കേൾക്കുകയും അവിടെ നിന്ന് ചെയ്യുകയാണ്. തുടർന്ന് ശാലിനി ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് മാത്രമേ വിഷമമുള്ളൂ, ജീവനെ പോലെ എന്നെ സ്നേഹിച്ച വിഷ്ണുവിനെ ഉപേക്ഷിച്ചിട്ട് അച്ഛനെയും പ്രീതിയെയും പാറുകുട്ടിയും ഒക്കെ ഉപേക്ഷിച്ച് ഇറങ്ങി വരുന്ന എനിക്കൊരു വിഷമമില്ല. എൻ്റെ വിഷമം എന്താണ് ആരും കാണിക്കാത്തത്? ഞാൻ ഇങ്ങനെ ഒരു കള്ളം ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്ക് പകരം ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരുന്നത് പിന്നെ ശ്യാമയായിരുന്നേനെ. ശ്യാമ ദീപക്കിനെ കാണാൻ പോയി എന്നുള്ള സത്യമ്മ ഒരിക്കലും അംഗീകരിക്കില്ലായിരുന്നു. അപ്പോൾ അവളെ പുറത്താക്കിയാൽ എന്ത് സംഭവിക്കുമായിരുന്നു? അവൾ ഓരോ കുട്ടിത്തം കൊണ്ട് ചെയ്ത് കാണിക്കുമ്പോൾ നമ്മളല്ലേ അതിന് കൂടെ അവളെ വഴിതെളിച്ച് കൊടുക്കേണ്ടത് എന്ന് പറയുമ്പോൾ ശാലിനിയുടെ അടുത്തേക്ക് ഇങ്ങനെ ശാരദാമ്മയും വരുന്നുണ്ട്. എന്നിട്ട് ശാലിനി അങ്ങ് ശാരദാമ്മയോട് സംസാരിക്കുകയാണ്. അമ്മ ഇതിനൊരു മറുപടി പറയണം. അമ്മ മുമ്പ് ഒരിക്കലും ഇവിടെ വന്നിട്ട് പോയപ്പോൾ പറഞ്ഞില്ലേ, ഞാനുള്ളതാണ് ശ്യാമ ഇവിടെ കെട്ടിച്ചുകൊണ്ട് വന്നപ്പോൾ ഞാനുള്ളതാണ് അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ധൈര്യമെന്ന്. അപ്പോൾ അമ്മയുടെ സ്ഥാനത്തും ചെയ്യേണ്ടതൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളൂ. അവളുടെ ജീവിതം കുടുംബശ്രീ ഹോട്ടലിൻ്റെ അടുക്കളയിൽ കരിയൊക്കെ പുരണ്ട് തീരാനുള്ളതാണോ? എനിക്കാണെങ്കിൽ ഇതൊക്കെ ശീലമായില്ലേ. ദൈവം തമ്പുരാൻ ഭാമ സത്യാമ്മയല്ല, ദൈവം തമ്പുരാൻ നേരിട്ടെന്ന് ഇറങ്ങി വന്ന് പറഞ്ഞാലും വിഷ്ണുവേട്ടൻ എന്നെ ഉപേക്ഷിക്കില്ല, തൽക്കാലത്തേക്കൊന്ന് പിരിഞ്ഞു നിൽക്കുന്നേ ഉള്ളൂ. ആ ഒരു വിശ്വാസവും കരുത്തുമൊക്കെ എനിക്കുണ്ട്. പക്ഷെ ശ്യാമ അങ്ങനെയാണോ? അവളെ ഇങ്ങനെ ചെയ്താൽ എന്തെങ്കിലുമൊക്കെ മനോവിഷമം തോന്നി അവളെന്തെങ്കിലും കടുങ്കൈ ചെയ്താൽ നമുക്ക് നഷ്ടമാവില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശാരദാമ്മ ദയനീയമായിട്ട് ശാലിനിയുടെ കൈപിടിച്ച് ചോദിക്കുകയാണ്, അപ്പോൾ നിൻ്റെ ജീവിതമോ മോളെ എന്ന്. അപ്പോൾ അമ്മ പറഞ്ഞിട്ടില്ലേ നമുക്ക് ഓരോരുത്തർക്ക് മാത്രമായിട്ടൊരു ജീവിതം വേണ്ടാന്ന്, നമ്മൾ 4 പേരും 4 തൂണുകളാണ് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ പറയുമ്പോൾ അമ്മയുടെ ജീവിതം പോലെ ആകരുത് മക്കളുടെ ജീവിതം എന്ന് ഞാൻ ആശിച്ചു പോയി എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് എന്താ അമ്മയൊരു കുറവ്? എൻ്റെ അമ്മയെ പോലെ എല്ലാവരുടെയും അമ്മ ആകണം എന്നാണ് എൻ്റെ ആഗ്രഹം. അമ്മയ്ക്ക് ഒരു കുറവുമില്ല, മക്കളെല്ലാവരും അമ്മയുടെ കൂടെ തന്നെ ഉണ്ട്. നമ്മൾ ജീവിച്ച് കാണിക്കും, ജയിച്ച് കാണിക്കും. ഒരുമിച്ച് നിന്ന് ഓരോരുത്തരായിട്ട് നിന്നല്ല, ഒരുമിച്ച് നിന്ന് നമ്മൾ ജീവിച്ച് കാണിക്കും എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ശാരദാമ്മയ്ക്ക് ഇവിടെ നോക്കി ധൈര്യം വരികയാണ്. അന്നേരം ഇതെല്ലാം കേട്ടുകൊണ്ട് വിഷ്ണു മോളെ നിൽക്കുന്നുണ്ട്. വിഷ്ണു എന്തായാലും ശാലിനി ഉപേക്ഷിക്കില്ല എന്നൊക്കെ പറയുന്നത് വിഷ്ണുവിന് സങ്കടവും സന്തോഷവും ഒക്കെ വരുന്നുണ്ട്. എന്നാലും വിഷ്ണു കണ്ണീരൊക്കെ വരികയാണ്. തുടർന്ന് ശാരദാമ്മയ്ക്ക് എവിടെ നിന്നൊരു ധൈര്യം കരുതുന്നതുപോലെ വാ മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് ഇടത് കയ്യിൽ ശാലിനിയുടെ കൈയും വലത് കയ്യിൽ ശാരികയുടെ കൈയും പിടിച്ച് ഒരു ദൃഢനിശ്ചയത്തോടു കൂടി ആ ഗേറ്റ് സത്യഭാമയുടെ വീടിൻ്റെ ഗേറ്റ് കടന്ന് ഇങ്ങനെ നടന്നു പോവുകയാണ്. അത് കണ്ട് വിഷ്ണു ആകെ സങ്കടത്തിൽ അവിടെ ആ ബാൽക്കണിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് സത്യഭാമയുടെ വീടും കുടുംബശ്രീ വീടും ഇങ്ങനെ മാറി മാറി കാണിക്കുകയാണ്. ഓരോരുത്തരുടെയും സങ്കടകരമായി ഓരോരുത്തർ ഓരോ മൂലയ്ക്ക് ഇരിക്കുന്നത്. മഴയത്ത് മുമ്പേലെ പാട്ട് ആത്മാവിൻ പുസ്തകത്താൻ പാട്ട് സീനിലൂടെയും കാണിക്കുകയാണ്. പാട്ട് ഫുള്ള് തന്നെയുണ്ട്. അത്രയും നേരം ഓരോരുത്തരുടെയും വിഷമം കാണിക്കുകയാണ്. വിഷ്ണു ആണെങ്കിൽ ഭാമയുടെ വീട്ടിൻ്റെ ഉമ്മറത്ത് സിറ്റൗട്ടിൽ ഇങ്ങനെ തറയിൽ ഇങ്ങനെ തൂണും ചാരി ഇരിക്കുന്നുണ്ട്. ശാലിനിയെ ഓർത്ത് വിഷമിച്ചിരിക്കുകയാണ്. ശാലിനി കുടുംബശ്രീ വീടിൻ്റെ ആ വരാന്തയിൽ ഇരിക്കുന്നുണ്ട്. ശാരദാമ്മ ഒന്ന് നോക്കുമ്പോൾ ശാലിനി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന കാണുകയാണ്. തുടർന്ന് ശാരദാമ്മ ഭക്ഷണം
കഴിക്കുന്ന ടേബിളിൻ്റെ അടുത്ത് പോയി വിഷമിച്ചിരിക്കുകയാണ്. ഭാമയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. രാഘവൻ നായരും അതേപോലെ വിഷമിച്ചിരിക്കുകയാണ്. ഇടയ്ക്ക് പിള്ള വന്ന് രാഘവൻ നായരെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുമ്പോൾ വേണ്ട വേണ്ട എന്നും പറഞ്ഞിങ്ങനെ പറഞ്ഞു വിടുകയാണ്. തുടർന്ന് ശ്യാമയാണെങ്കിൽ കട്ടിൽ കിടന്ന ആകെ കരച്ചിലും ബഹളവുമാണ്. രോഹിത് ആശ്വസിപ്പിക്കുന്നുണ്ട്. പക്ഷെ ശ്യാമ സമാധാനപ്പെടുന്നില്ല. ഇങ്ങനെ ഓരോരുത്തരുടെയും മാറി മാറി കരയുന്ന സീനാണ് 5 മിനിറ്റ് പാട്ട് സീനിലൂടെയും കാണിക്കുന്നത്. തുടർന്ന് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ വിഷ്ണു ആണെങ്കിൽ ശാലിനി വിഷ്ണു IAS എന്ന് എഴുതിയ ബോർഡ് നോക്കിക്കൊണ്ട് ഉമ്മർത്ത് ഇങ്ങനെ സിറ്റൗട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, തൂണും ചാരി ഇരിക്കുന്നുണ്ട്. ഇതേസമയം ശാലിനി ആണെങ്കിൽ ശാരദാമ്മയുടെ വീടിൻ്റെ വരാന്തയിൽ ഇങ്ങനെ തൂണും ചാരി ഇരിക്കുന്നുണ്ട്. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ അതിൽ നോക്കുമ്പോൾ ശാലിനിയുടെ മുഖമാണ് നെയിം ബോർഡിൽ നോക്കുമ്പോൾ കാണുന്നത്. തുടർന്ന് ശാലിനി എന്നിങ്ങനെ വിളിക്കുമ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് ശാലിനി ഇങ്ങനെ വിളി കേൾക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ അവരുടെ സ്നേഹബന്ധത്തെയാണ് കാണിക്കുന്നത്. തനിക്ക് എങ്ങനെയാണോ എന്നെ വിട്ടുപോകാൻ കഴിയും, നമ്മൾ ഒരുമിച്ച് കണ്ട സ്വപ്നമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന് വിഷ്ണു ചോദിക്കുന്നതിന് മറുപടി എന്നോണം ശാലിനി ഇവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. നമ്മൾ തൽക്കാലത്തേക്ക് വിട്ടു നിൽക്കുന്നതേ ഉള്ളൂ, അകന്നു പോയിട്ടില്ലല്ലോ, നമ്മൾ അടുത്ത് തന്നെ ഉണ്ടല്ലോ, അതുകൊണ്ടല്ലേ വിഷ്ണുട്ടൻ പറയുന്നത് എനിക്കും കേൾക്കാൻ പറ്റുന്നത്, ഞാൻ മറുപടി പറയുന്നത് വിഷ്ണുട്ടനും കേൾക്കാൻ കഴിയുന്നില്ലേ എന്നൊക്കെ ചോദിച്ച് അവരങ്ങോട്ടും ഇങ്ങോട്ടും വിഷ്ണു അവിടെ നിന്ന് സംസാരിക്കുന്നു, ശാലിനി ഇവിടെ നിന്ന് സംസാരിക്കുന്നതായിട്ടാണ് കാണുന്നത്. വിഷ്ണുവിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി എന്നോണം ശാലിനിയും പറയുന്നുണ്ട്. ഞാൻ കാരണമല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, എൻ്റെ ഒരു നാവുപിഴയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് വിധിയാണ് എന്ന് പറയുമ്പോൾ ചില വിധിയെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും എന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട്. അന്നേരം അതിലേക്ക് എനിക്ക് വിശ്വാസം പോയി എന്നിങ്ങനെ ഇപ്പോൾ എനിക്ക് ഒരുപാട് സമയമുണ്ട്, വിഷ്ണു തൻ്റെ ചിന്തകൾക്കനുസരിച്ച് എനിക്ക് പറന്നു ഉയരാം എന്നൊക്കെ പറയുമ്പോൾ എന്നാലും ഇത് ഓരോ നിമിഷവും ഓരോ യുഗത്തെ പോലെയാണ് തോന്നുന്നത്, അകന്നിരിക്കാൻ കഴിയുന്നില്ല പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ രണ്ടുപേരും ഇങ്ങനെ സങ്കടപ്പെട്ട് അവിടെ ഇവിടെ ഇരിക്കുന്ന സീൻ ഇങ്ങനെ കാണിക്കുകയാണ്. ഈ സമയത്ത് ശാലിനിയെ തിരക്കി ശാരദാമ്മ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അന്നേരം ശാലിനി മനസ്സിലങ്ങ് ആലോചിക്കുന്നുണ്ട് സത്യഭാമ തന്നെ ഇറക്കി വിട്ടതും മകൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞതും ഒക്കെ ഓർത്തങ്ങ് വിഷമിച്ചിരിക്കുകയാണ്. മോളെ എന്നും പറഞ്ഞ് ശാരദാമ്മ വന്ന് തോളിൽ കൈവയ്ക്കുമ്പോൾ ശാലിനിയെ കണ്ണീരൊക്കെ തുടച്ചിട്ട് അങ്ങ് ചിരി വരുത്താൻ ശ്രമിക്കുകയാണ്. അന്നേരം നീ എന്തിനാ വിഷമിക്കുന്നത്, അത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ, സത്യാമ്മ കാര്യങ്ങളൊക്കെ മനസ്സിലാവും, വിഷ്ണു നിന്നെ കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യും, മോൾ വിഷമിക്കേണ്ട എന്നൊക്കെ പറയുമ്പോൾ അതിലെനിക്ക് ഒരു സംശയവുമില്ല, വിഷ്ണുവേട്ടൻ എന്നെ മറക്കാനായിട്ട് സാധിക്കില്ല, എനിക്കും വിഷ്ണുവേട്ടനെ മറക്കാനായിട്ട് സാധിക്കില്ല, വിഷ്ണുവേട്ടൻ എന്നെ കൂട്ടിക്കൊണ്ട് പോവുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ശാലിനി എഴുന്നേൽക്കുന്നുണ്ട്. തുടർന്നും ശാരദാമ്മ ചോദിക്കുകയാണ്, നിനക്ക് വിഷ്ണുവിന് നിന്നോടുള്ള സ്നേഹം കുറഞ്ഞെന്ന് തോന്നുന്നു ണ്ടോ? എന്നാലും ഒരിക്കലും ഇല്ലമ്മേ, ഒരു കൈക്കുഞ്ഞിനെയും കൊണ്ട് വിഷ്ണുവേട്ടൻ അമ്മ എന്ന നെഞ്ചിൽ പച്ചകുത്തിയ ആൾ ഒരു കൈക്കുഞ്ഞിനെയും കൊണ്ട് അന്ന് ആ വീട്ടിൽ നിന്നും എന്നോടൊപ്പം ഇറങ്ങിയപ്പോൾ ആ വീടും അമ്മയായിട്ടുള്ള ബന്ധമൊക്കെ ഉപേക്ഷിച്ചതാണ്. നമ്മൾ കയറിയ വണ്ടിയിൽ നിന്ന് വരെ സത്യാമ്മ ഞങ്ങളെ ഇറക്കി വിട്ടു, മാല വരെ ഊരിപ്പിച്ചു. അതിനുശേഷം പാറുകുട്ടിയെ വിട്ടു കൊടുത്തപ്പോൾ ഞാനാണ് വിഷ്ണുവേട്ടനെ വീണ്ടും അവരിലേക്ക് അടുപ്പിച്ചത്. ഒരുപക്ഷെ ഞാൻ മരിച്ചാൽ പോലും വിഷ്ണുവേട്ടൻ എന്നോടുള്ള സ്നേഹം കുറയില്ല, എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയുമ്പോൾ മോളെ ഇങ്ങനെ ശാരദാമ്മ വിളിക്കുന്നുണ്ട്. വിഷ്ണുവേട്ടൻ വരും, എന്നെ കൂട്ടിക്കൊണ്ട് പോകും എന്നൊക്കെ ശാലിനി പറയുന്നുണ്ട്. പിന്നെ നിനക്ക് എന്താ വിഷമം എന്നിങ്ങനെ ശാരദാമ്മ ചോദിക്കുമ്പോൾ എനിക്ക് ശ്യാമയെക്കുറിച്ചാണ് വിഷമം, ഇനി സത്യാമ്മ അവളോട് എങ്ങനെ പെരുമാറും എന്നതിനെക്കുറിച്ചാണ് വിഷമിക്കുന്നത്. ഞാൻ ചെയ്ത തെറ്റിന് അവളെയും ഇറങ്ങാൻ പറഞ്ഞതല്ലേ, പക്ഷേ അവൾക്ക് അവിടെ നിൽക്കാനായിട്ട് സാധിച്ചു, ഇനി എന്താവും എന്നോർത്താണ് എനിക്ക് വിഷമം എന്നൊക്കെ പറയുമ്പോൾ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിഷ്ണു ഇതിനോടകം തന്നെ ശാരദാമ്മയുടെ വീട്ടിലേക്ക് വണ്ടി എടുത്ത് പുറപ്പെട്ട് കഴിഞ്ഞിരുന്നു. തുടർന്ന് അവർ സംസാരിച്ചങ്ങ് അകത്തേക്ക് കയറുന്നുണ്ട്. അപ്പോൾ തന്നെ വിഷ്ണുവിൻ്റെ വണ്ടി കുടുംബശ്രീ ഹോട്ടലിൻ്റെ മുറ്റത്തേക്ക് വന്നു നിൽക്കുകയാണ്. വിഷ്ണു വണ്ടിയിൽ നിന്നും ഇറങ്ങുന്നുണ്ട്. അത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനിയിപ്പോൾ അവിടെ എന്ത് സംഭവിക്കും, ശാലിനി ഗർഭിണിയാണ് എന്നുള്ളത് എന്തായാലും ഉടനെ തന്നെ സത്യഭാമ അറിയും. ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നം വരും, വിഷ്ണു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, അതോടുകൂടി സത്യഭാമ കാര്യങ്ങളൊക്കെ തിരിച്ചറിയും. അങ്ങനെയാണെന്ന് തോന്നുന്നു. ഓക്കെ, താങ്ക്